എല്ലാവർക്കും തുമി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റംസാണ് നമ്മളിന്ന് കളിക്കുന്നത്. പൈനാപ്പിൾ അതുപോലെ തന്നെ നല്ല സിലോപ്പി മീനും കൂടി ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും അടുപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ അല്പം കുരുമുളക് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടുള്ള മീൻ ഒന്നും തേക്കാതെ അഥവാ പ്ലെയിൻ ആയിട്ട് വെച്ചിട്ട് നമ്മൾ നേരിട്ട് ചട്ടിയിലേക്ക് പൊരിക്കണം. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൈനാപ്പിളാണ്. നമ്മളെടുത്തിട്ടുള്ള പൈനാപ്പിളിന് നമ്മൾ ഈ കറുത്ത ഈ ഹോളുണ്ടല്ലോ അത് വേണ്ട, അത് നമ്മൾ മുഴുവനായിട്ട് കളയണം. അടുത്തതായിട്ട് നമ്മൾ ക്യാപ്സിക്കോ മുളക് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ നേരെ ഇതിങ്ങോട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങ് വെക്കാം. ഇനി അടുത്തതായിട്ട് 2 തക്കാളി എടുക്കണം. മീൻ പൊരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്തത് പൈനാപ്പിൾ, അത് ക്യാപ്സിക്കോ, ടൊമാറ്റോ, അതേപോലെ വെളുള്ളി ചെത്തിയിട്ട് കേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെളുത്ത ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെളുത്ത ഉള്ളി, അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ, പിന്നെ ക്യാപ്സിക്കോ, തക്കാളി, ഇതൊക്കെ നമ്മൾ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സോയ സോസ് 2 ടീസ്പൂൺ വീതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് ശേഷം കുറച്ച് ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ വീതം നമ്മുടെ 1.5 ടീസ്പൂൺ ആയിക്കോട്ടെ റെഡ് ചില്ലി സോസ്. അടുത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ടീസ്പൂണ് ചിക്കൻ പൗഡർ
അപ്പോൾ നമ്മൾ ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വിത്ത് ഫിഷ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ മീനിൻ്റെ പീസും അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ കഷ്ണം കൂടെ എടുത്തിട്ട് ഈ മസാലയും കൂടെ കൂട്ടിയിട്ട് ടിപ്പൊളി. ഓ വേറെ ലെവൽ കേട്ടോ. വേണ്ട ഓ എന്നേരം ടേസ്റ്റാണെന്നറിയോ. ഓ അടിപൊളി. ഓക്കെ എൻ്റെ കളി ഉണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം ശരിക്കും ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചാണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.